ടീച്ചറെ പേരാവൂരിൽ നിർത്തി തോൽപ്പിക്കുകയായിരുന്നതടക്കം ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. നേതൃത്വത്തിന് ടീച്ചറിന്റെ കാര്യത്തിൽ ഒരു പിഴവ് സംഭവിച്ചു? ഇല്ല, ഞാൻ ഇന്നലെ ഇതിന് മറുപടി പറഞ്ഞതാണ്. അതായത് ഞങ്ങളിൽ എല്ലാവരും പലയിടത്തും മത്സരിക്കും. ജയിക്കുന്ന സീറ്റിലും മത്സരിക്കും, തോക്കുന്ന സീറ്റിലും മത്സരിക്കും. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPM-ൻ്റെ കമ്മിറ്റിയിൽ ഒരു ചർച്ച വന്ന് ഇന്നയാൾ ഇന്നടത്ത് മത്സരിക്കണമെന്ന് തീരുമാനിച്ചേ എനിക്ക് ആ സീറ്റ് വേണ്ട, എനിക്കിത് മതി എന്നൊന്നും പറയാൻ മറ്റൊരു പാർട്ടിയെ പോലെ ഞങ്ങളാരും പറയാറില്ല. അങ്ങനെ പറഞ്ഞാലെന്താ കുഴപ്പം ചെയ്യും? കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറയാറില്ല. മൊത്തത്തിൽ എല്ലാവരും കൂട്ടായി എടുക്കുന്ന തീരുമാനം എന്താണോ അത് ചെയ്യും. ചിലപ്പോൾ നല്ല ജയിക്കുന്ന സീറ്റിലായിരിക്കും, ചിലപ്പോൾ തോൽക്കുന്ന സീറ്റിലായിരിക്കും. ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞോ അതിർത്തി? ആര് പറഞ്ഞു? അത് എന്നോടല്ലേ ചോദിക്കേണ്ടത്? അതല്ല, ഞാൻ എത്രയോ കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ടീച്ചർ, നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോ ടീച്ചർക്ക് അതിർത്തി ഉണ്ടോയെന്ന്? അതുകൊണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട്, അതെ അതെ, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിർത്തി ഇല്ല. ഇതിൽ ചാവേറിൻ്റെ പ്രശ്നമൊന്നുമില്ല. അതിലൊന്നും അങ്ങനെ പല ചർച്ചകളും വരും. അതിലൊന്നും കാര്യമില്ലെന്ന്. പക്ഷേ നമ്മൾ അതിനേക്കാൾ കാണേണ്ടത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് ചോർന്നു പോകാതെ എങ്ങനെ നിലനിർത്തണം എന്നുള്ളത്. അത് CPIM-ൻ്റെ മാത്രം ആവശ്യകതയല്ല. ആരാ പറഞ്ഞത്? അതല്ല, ഞങ്ങൾ തീരുമാനിച്ചതല്ലേ. ഈ കമ്മിറ്റിയിലൊക്കെ ഇരിക്കുമ്പം കമ്മിറ്റിയിലൊന്നും മീഡിയാസിന് പ്രവേശനം ഇല്ലല്ലോ. കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പം ചിലത് ശരിയായിട്ട് വരും, ചിലത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകൾ വരും. ഞങ്ങളുടെ പാർട്ടിയിൽ ആ ശീലമില്ല. ഞങ്ങൾ ഈ പാർലമെൻ്ററി പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന വർഗ്ഗസമരമാണല്ലോ ഞങ്ങൾ പറയുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി സമരം ചെയ്യും. ഇന്ത്യയിൽ ഇപ്പോഴും മുതലാളിത്ത ഭരണം, അതിനെതിരായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഒരിടത്ത് അധികാരത്തിൽ വന്നുകൊണ്ട് അവിടെ മാത്രം സോഷ്യലിസം പൂർണ്ണമായിട്ട് കൊണ്ടുവരാനൊന്നും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ സോഷ്യലിസ്റ്റ് ചായ്വുള്ള ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കും. കുറേ വിജയിക്കും, കുറേ നാട്ടുകാർക്ക് ആശ്വാസം കിട്ടും. എന്നാൽ പൂർണ്ണമായിട്ടും എല്ലാം പരിഹരിച്ചോ എന്ന് ചോദിച്ചാൽ പരിഹരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറയട്ടെ, ചോദിച്ചാൽ അല്ല, ഞങ്ങൾ തീരുമാനിച്ചു. അതായത് ഇന്ന് അസംബ്ലിയിൽ വിജയിച്ചു വന്നിട്ടുള്ളവരിൽ PB മെമ്പറാണ് സഖാവ് പിണറായി. അപ്പോൾ PB മെമ്പറേയും വെച്ചിട്ട് വേറൊരാളെ ആക്കുന്നതിനൊരു സാങ്കത്യമില്ലായ്മയുണ്ട്. അല്ല, ആരെ വോട്ട് ചെയ്തു എന്നുള്ള ഇത് എണ്ണിയോ പുറത്ത്? PB-ക്കകത്ത് നടന്നൊരു ചർച്ചയല്ലേ നിങ്ങൾ പറയുന്നത്? എനിക്ക് അത്ഭുതം തോന്നി. സാധാരണ PB-യിൽ നടക്കുന്ന ഒരു ചർച്ചയൊന്നും ഇങ്ങനെ ഇന്നയാൾ ഇന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും, കുറേ നിങ്ങൾ പറഞ്ഞതിൻ്റെ അകത്തൊരു കാൽഭാഗം ശരിയുണ്ടാവും, ബാക്കി ശരിയായിരിക്കില്ല. ഓരോരുത്തർക്കും പറയാനുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ CPM-ൻ്റെ പാർട്ടിക്കകത്ത് എടുക്കുന്ന ഒരു തീരുമാനിച്ചു കഴിഞ്ഞാൽ അന്തിമമാണ്. ഒരു പക്ഷേ ആരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ കൂട്ടായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എതിരഭിപ്രായം പറഞ്ഞവർ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പുറത്ത് പറയാറില്ല. ഞങ്ങൾ കൂട്ടായിട്ട് തീരുമാനം എടുത്താൽ എതിരഭിപ്രായം പറഞ്ഞവരും എടുത്ത തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പ്രവർത്തിക്കുന്നവരാണ്.